ഒന്നും പറയാറായിട്ടില്ല. ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി. അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം. അയ്യോ അന്തപ്പാ എന്റെ കണ്ണു സൈക്കിൾ ട്യൂബിലെ ഇതാരും സാറോ? പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ? ഇനി സൗകര്യത്തിൽ കുറഞ്ഞാലും വാടക. അന്തപ്പൻ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കോട്ടെ. എനിക്ക് നേരല്ല, കുറച്ചുകൂടെ സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള. ആ വീട്ടിലെന്താ പ്രശ്നം? അതൊരു സ്ഥിരം യുദ്ധമാ സാറേ. ആ പെണ്ണിന് ഭ്രാന്താ. വേണ്ട, കൊല്ലും ഞാൻ എല്ലാത്തിനെയും. ഇനി ഇവിടെ ഒരുത്തനെ കൊണ്ടുവരരുത്. വരുന്നവരെല്ലാം എറിഞ്ഞോടിച്ചിട്ട് അവസാനം മൂത്ത് നിറച്ച് ശവം പോലെ നീ തനിച്ച് ഈ വീട്ടിൽ കഴിഞ്ഞു. അതൊന്നും കാണാൻ ഞാൻ ഉണ്ടാവില്ല. വരാൻ പോവല്ലേ നിന്റെ ദേവേന്ദ്രൻ? 11ാമത്തെ വയസ്സില് കുടുംബത്തെ കുത്തുവിളക്കിന്റെ കൈപ്പിടിയും കട്ടുവിട്ടിട്ട് സ്വന്തയുടെ തല്ലു വാങ്ങി നാട് വിട്ട് ഓടി. ഒടുവിൽ അർദ്ധരാത്രി ആറ്റിച്ചടിച്ചത് നിന്റെ മറ്റവന്റെ പ്രേതത്തെ കാത്തിട്ടാണോടി ഊരിപ്പെട്ടുള്ള നീ ഇരിക്കുന്നത്? അമ്മേ പറയും, 100 വട്ടം പറയും. പാലേട്ടൻ മരിച്ചത് അമ്മ കണ്ടോ? കണ്ടില്ലേ? നീയും കണ്ടില്ലേ? അളിഞ്ഞ ശവം കരയ്ക്ക് കയറ്റി അവന്റെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്ന നീ കണ്ടില്ലേ? അത് പാലേട്ടനാണെന്ന് എല്ലാരും കൂടി പറഞ്ഞിട്ടല്ലേ പാലേട്ടന്റെ അച്ഛൻ കരഞ്ഞത്? എന്റെ ദൈവമേ, ഈ കുട്ടിയുടെ ബുദ്ധി മുഴുവനും ആ കിളവൻ പറഞ്ഞു മാറ്റിയിരിക്കുക. സ്വന്തം മകനാ തന്തയ്ക്ക് ചത്തില്ലായിരിക്കും, പക്ഷെ എനിക്കവൻ ചത്തു. മനസ്സിലായില്ലേ? എനിക്കവൻ ചത്തുന്ന്. ചെറിയടുത്ത് മാധവമേന്റെ മകനായിരുന്നു മരിച്ചുപോയ ബാലൻ. പണ്ടെങ്ങാണ്ടി പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ പാവം പെണ്ണ് ഇപ്പോഴും കാത്തിരിക്കുക. പക്ഷെ അച്ചു ആണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരെയും കൊണ്ടുവരിക. ഏത് ബ്രോക്കർ തല കുത്തി പറഞ്ഞാലും അവൾ ഒരുത്തനെയും കെട്ടുകയില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നാൽ ആ തള്ളയും വിടൂല, അച്ചുവും വിടൂല. അച്ഛ ഇന്നും വന്നു. അമ്മ പറഞ്ഞിട്ട് എന്നെ പെണ്ണ് കാണാൻ വേണ്ടി അയാൾ ആരെയോ കൂട്ടിക്കൊണ്ട് വന്നു. അറിഞ്ഞു. പാലേട്ടൻ വരുമെന്ന് അവരോട് ഒന്നുകൂടി പറഞ്ഞൂടെ? എല്ലാവരും എനിക്കെതിരാണ്. ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല. ആറ്റിൽ വീണ് ചത്തവൻ ഒരിടത്തും തിരിച്ചു വന്നിട്ടില്ലത്ര. ആറ്റിൽ വീണ് ചത്തത് ആ പറഞ്ഞവന്റെ തന്തയായിരിക്കും. അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയാണ്. അത് അമ്മ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. ഞാൻ മാത്രമല്ല, അവള് എന്റെ മോനെ നിനക്ക് തന്നതാ. ബാലൻ മരിച്ചിട്ടില്ല. അവൻ ഈ പടിയിറങ്ങി പോയിട്ട് 15 വർഷം കഴിഞ്ഞു. ശരിയാണ്, പക്ഷേ 15 വർഷം കടന്നു എന്ന് കരുതി മരിക്കണമെന്നില്ല. അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവന്റെ മുറി ഇപ്പോഴും ഒരുക്കി വെച്ചിരിക്കുന്നത്. മോക്കറിയില്ല, എന്നും അവന് വേണ്ടി ഒരു പാത്രം ചോറ് ഞാൻ മാറ്റിവെക്കും. ഒരു നേരത്തെ ആഹാരം തെറ്റിയ വിശപ്പ് താങ്ങാൻ കഴിയാത്തവനായ എന്റെ മോൻ വിശപ്പ് തോന്നുമ്പോൾ അവൻ തീർച്ചയായും വരും. വിശ്വസിച്ചോ? എന്നിട്ട് നിന്നെ എന്റെ മരുമോളാക്കി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും. ഈ വീടിനെന്തോ ശാപം കിട്ടിയിരിക്കാന്നാ തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വിധി?
ദാസം പറഞ്ഞ ഏട്ടന്റെ ഈ പിടിവാശി മാറും. ഞാൻ പറയാഞ്ഞിട്ടല്ല, ഈ പ്രായമുള്ളവരോടൊക്കെ പറയാൻ ഒരു മടിയുണ്ടാവും, അതെനിക്കറിയാം. എത്ര നല്ല കുടുംബത്തിൽ നിന്നാ വന്നു പോണെന്നറിയോ. ഇവള് കാരണം ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലാണ്ടായി. ചിലപ്പോ അങ്ങ് ചത്തുകളഞ്ഞ എന്തെന്നൂടെ തോന്നും. ഏതായാലും ഞാൻ അശ്വതിയോടൊന്ന് സംസാരിച്ചു നോക്കാം. പെൺകുട്ടികളായി ഇങ്ങനെ പിടിവാശി കൊള്ളില്ല. നിങ്ങൾ പറയുന്നു അനുസരിക്കില്ല. ഞാൻ പറഞ്ഞാലേ അല്ല ഒന്നുമില്ല, ഞാനിങ്ങനെ അമ്മയുമായിട്ട് അശ്വതിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുമായിരുന്നു. അതെ അതെ, ഞാനും കേട്ടു. എല്ലാവരും ഇങ്ങനെ പറയുമ്പോ ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇനി ഞാൻ കല്യാണമേ കഴിക്കുന്നില്ലെന്ന്. അല്ല, എപ്പോ നോക്കിയാലും അങ്ങനെ പറഞ്ഞാൽ- കല്യാണക്കാരി. എന്താ നീ പറഞ്ഞത്? എന്റെ ദൈവങ്ങളാണ് സത്യം. ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റില്ല. മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും. അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിയുണ്ടത്രേ. അതെന്താ പണിക്കരെ അവിടെ മാത്രം ആ പാറക്കല്ലുകൾ ഉണ്ടായത്? ആ, അതൊരു വലിയ കഥയാണ്. പണ്ടൊരിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ എന്നൊരു ഭിക്ഷക്കാരൻ ഈ നാട്ടിലെത്തി. ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി. എന്നിട്ട് നിലയില്ലാത്ത ഒരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ. ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കെ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിന് മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത്. അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻ കാവായി. അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം. അങ്ങനെ 101 തികയതിനു മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും. നീ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ, നിന്റെ ബാലൻ വരും. മുത്തപ്പനാണ് സത്യം. കുട്ടപ്പ, കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ലേ? ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്. കാറ്റ് റെഡി. അയ്യോ, എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചടാ, എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് ഓടും. അയ്യോ, കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കോ? ഇല്ല, തരാതിരിക്കോ? ഇങ്ങനെ കുത്തിന് പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും അശ്വതി. പൊയ്ക്കോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ? ഞാൻ തരാതിരിക്കും. ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ടൊരു കത്ത് എഴുതും. അപ്പൊ മറുപടി വരും. ഞാനത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും. നോക്കിക്കോ. അതെന്താ? ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെയല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്? പോടോ. കുത്തിന് പിടിക്കാഞ്ഞേ ഭാഗ്യം. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ, എനിക്ക് ഹലോ. എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക? അയ്യേ, ദാസേട്ടൻ എന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ലേ? എടുത്തു. അല്ല അല്ല, ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് അല്ല, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി. പോരെ? നിന്റെ കളി തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആളും തരം നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല. അയ്യോ, സംസാരിച്ചത് കുഴപ്പമായല്ലേ? ആ, ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവോ നോക്കാം. പോടി അവിടുന്ന്, നിനക്ക് വട്ട.